ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആവണങ്ങാട്ട് വിഷ്ണുമായ ക്ഷേത്രത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുമായ ഭഗവാന് സമർപ്പിതമായ ഒരു പ്രധാന ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ വിഷ്ണുമായ ക്ഷേത്രം. കേരളത്തിലെ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനമാണ് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഭഗവാൻ വിവിധ ഗുണങ്ങളുള്ള 2 കൈകളുമായി കിഴക്കോട്ട് ദർശനമായി ഉഗ്രഭാവത്തിൽ നിലകൊള്ളുന്നു. ഒരു കൈയിൽ കുറുവടി അല്ലെങ്കിൽ മാന്ത്രിക വടി പിടിച്ച് മറ്റൊന്ന് മാന്ത്രിക കലം അല്ലെങ്കിൽ അമൃതകുംഭം പിടിച്ച് ഒരു എരുമയുടെ പുറത്ത് സവാരി ചെയ്യുന്നു. ആവണങ്ങാട്ടിൽ കളരിയിലെ വിഷ്ണുമായ സ്വാമി മാന്ത്രിക ശക്തിക്ക് പേരുകേട്ടതാണ്. ഇതൊന്നുമല്ലാതെ കുട്ടിച്ചാത്തൻ എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം നൽകുന്നതിലും മാന്ത്രിക ശക്തിക്കും പ്രസിദ്ധമാണ്. കൂടാതെ എഴുന്നള്ളത്ത്, വെള്ളാട്ടം തുടങ്ങിയ പ്രധാന ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. ഭഗവാൻ വിഷ്ണുമായ മുരുകനോടും വിഘ്നേശ്വരനോടും അതുപോലെ തന്നെ ശാസ്താവിനോടൊക്കെ സാമ്യമുള്ള ആളാണ്. എന്നാൽ പോലും ഈ ശിവാനന്ദനെ സാധാരണയായി ആരും അങ്ങനെ ആരാധിക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറിച്ച് അസാധാരണമായ ഫലം ആവശ്യമുള്ള ഒരു പ്രത്യേക തരം ഭക്തരാണ് ആരാധിക്കുന്നതെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും വലിയ സത്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ഒരു ശിവരൂപം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ശിവഭക്തിയാണ്. എനിക്ക് ശിവനോട് ഭയങ്കരമായിട്ടൊരു ഭക്തിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് പിന്നീട് ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു അനുഭൂതിയായിരുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നത്. എനിക്ക് ഒരുപാട് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ വന്ന് പറഞ്ഞിട്ട് എനിക്ക് പരിഹരിച്ചിട്ടും ഉണ്ട് എന്നാണ് എനിക്ക് വിശ്വാസം. അതുപോലെ തന്നെ ഇവിടെ ഒട്ടുമിക്ക വരുന്ന ജനങ്ങൾക്കും ഒരുപാട് പരാതിയും പരിഭവവും പറയാനാണ് വരുന്നത്. ഞങ്ങളിവിടെ ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് കുറേ ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഇവിടെ ക്യൂ കണ്ടാൽ പോലും ഭയങ്കര, നമ്മൾ എൻട്രൻസിൽ തന്നെ അവിടുത്തെ ക്യൂ അവസാനിക്കുന്നത്. പക്ഷെ തുടക്കം നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ വിചാരിക്കണം. ഞാൻ കാണിച്ചു തരാം ഇവിടെ തുടക്കവും അതിൻ്റെ ലാസ്റ്റ്. ഞങ്ങളിവിടെ നിന്ന് കടന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ക്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനുള്ളതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണെന്ന് മനസ്സിലായത്. കുട്ടികളായിട്ടൊക്കെ വന്നതുകൊണ്ട് എനിക്കിവിടെ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കും. അത്രയ്ക്ക് അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഒരു പ്രസാദമാണ്, വിഷ്ണുമായ പ്രസാദമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അപ്പം നല്ല വെയിലുണ്ട്. നല്ല വെയിലത്ത് നിന്ന് ഒരുപാട് ജനങ്ങൾ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ചിലരിത് നമ്മുടെ മനസ്സിൽ വിപരീത തരത്തിൽ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി പോലും വരുന്നവരുണ്ടെന്നാണ് പണ്ടുള്ളവർ പറയാറ്. കാരണം കൂടോത്രം ഇതൊക്കെ ചെയ്യാനായിട്ട് വരുന്നവരുണ്ട്. അതിലൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ വിഷമങ്ങൾ, നമ്മുടേതായ പരാതികൾ, നമുക്ക് ന്യായമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്കിവിടെ തീർച്ചയായും വരാം. ഇവിടെ എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷ്ണുമായ നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. ആ കാര്യം എന്തായാലും നടത്തിത്തരും. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് സന്തോഷവും സമാധാനം ലഭിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഞാനിവിടെ വരാറ്. അങ്ങനെ ഇനി എല്ലാവരും വരാറെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാം നടക്കും. അങ്ങനെയാണ് വിശ്വാസം. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയ കടയുണ്ട്. ഒരു ചെറിയ കുട്ടിയാണ് നമുക്ക് സർബത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി തരുന്നത്. പാൽ സർബത്ത്, നല്ല തണുത്ത പാൽ സർബത്ത്, സോഡ, പിന്നെ സാദാ സർബത്ത്, പിന്നെ അല്ലറ ചില്ലറ നമ്മൾ കുറിക്കാനായിട്ട് കുറച്ച് ചിപ്സ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് നമുക്ക് വിശപ്പ് മാറ്റാനായിട്ട് നമുക്ക് ഈ കടയിൽ നിന്നിട്ട് കിട്ടും. ഞങ്ങളിവിടെ കയറി കുറച്ച് നല്ല തണുത്ത
വെള്ളം കുടിച്ചു. പിന്നെ കുട്ടികൾക്കായിട്ട് മിഠായികളും പിന്നെ ചിപ്സുകൾ, അത്യാവശ്യം വേണ്ട ചിപ്സ് ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്, എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഇത് ആവണങ്ങാട്ട് പോയതിന് ശേഷം ഇവിടെ 3 സ്ഥലങ്ങളാണ് ശരിക്കും. 3 സ്ഥലങ്ങളാണ്. പണ്ട് ഈ ഒരു ആവണങ്ങാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് 3 വിഭജിച്ചതാണ് എന്നൊക്കെയാണ് കഥകൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ദേവസ്ഥാനം ഇതാ, ഞങ്ങളിപ്പോൾ ഇതേ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കടന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഗോൾഡൻ വൈബാണ്. സ്വർണ്ണം കൊണ്ട് എവിടെ നോക്കിയാലും നല്ല സ്വർണ്ണ നിറത്തിലാണ് കാണുന്നത്. നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ചിലരൊക്കെ ഇത് പറയാറുണ്ട്, നമുക്ക് ആവണങ്ങാട്ട് പോയി ഇവിടെ കയറുമ്പോൾ ചിലർക്കൊക്കെ നെഗറ്റീവ് എനർജി വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ കാണുന്ന ചുമർ ചിത്രങ്ങളും പിന്നെ ഈ ഒരു എന്താ പറയുക, ഓരോ ഫോട്ടോസുകളും ഓരോ പടങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ നിന്നാൽ കുറേ നേരം നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക തൊഴാനൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മൾ കണ്ണിൽ കാണുന്നത് എല്ലായിടത്തും ഇങ്ങനെ തൊഴുതു പോയി കുറേ നേരം കാണാനുള്ള കാഴ്ചകളുണ്ട്. പുഞ്ചനല്ലൂർ കുടുംബത്തിൻ്റെ സഹായത്തോടെ ഭുവനേശ്വരിയുടെ അനുഗ്രഹത്താൽ വിഷ്ണുമായയുടെ വിഗ്രഹം തൃപ്രയാർ നദിയിൽ നിന്ന് കണ്ടെത്തി പ്രതിഷ്ഠിച്ചതാണ്. ഇത് ഗ്രാമത്തെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാനും വിഷ്ണുമായയുടെ ശക്തിയെ ജനങ്ങളിലേക്ക് എത്തിക്കാനുമായുള്ള ശ്രമമായിരുന്നു. പിന്നീട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം നിരവധി ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകി വിശ്വവിഖ്യാതമായി അറിയപ്പെടുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് കാനാടിയാണ്. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ കാനാടിയിൽ മഹോത്സവമാണ്. ഭയങ്കര തിരക്കാണ്. ഒരു തരത്തിലും കുട്ടികളെ ആയിട്ട് നമുക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുറേ ജനങ്ങളും നിറച്ച് കാറുമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ കയറിയിട്ട് അവിടുത്തെ വീഡിയോ ഞാൻ ഇടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. Hi, this is Priyanka from Pinky Vlogs. Thanks to watch my video and plus more support for my video.